ഹലോ മക്കളെ, അപ്പോൾ സ്കൂളുകളൊക്കെ തുറന്ന് പുതിയ ക്ലാസ് റൂം, പുതിയ കൂട്ടുകാർ, പുതിയ ബെഞ്ച്, എല്ലാം ഒരു പുതു മണം അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഞാനൊന്ന് പറഞ്ഞു തന്നാലോ? അങ്ങനെയാണെങ്കിലോ അതറിയാൻ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഒരു അടിപൊളി കാര്യമാണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഒന്നാമതായിട്ട് ഏറ്റവും നന്നായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, രണ്ടാമതായിട്ട് ഏറ്റവും മികച്ച മാർക്ക് ഈ വർഷം എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, 3 എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എന്നെ പറ്റി നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ, ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നടത്താൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കാര്യം നിങ്ങളോട് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മക്കളെ, ക്ലാസ്സുകളൊക്കെ തുടങ്ങി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ? സ്കൂളുകളൊക്കെ തുറന്ന് ഇനി പതുക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മളിങ്ങനെ നിവർത്തി വെക്കും, അതിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങും. അപ്പൊ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോട്ട്സുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ, ഈ നോട്ട്സും നിങ്ങൾ ആദ്യം പറഞ്ഞ 3 കാര്യം തമ്മിലുള്ള ആ ബന്ധം എന്ന് ചോദിക്കും. എടാ മക്കളെ, ബന്ധമുണ്ട്. നല്ല നോട്ട്സ് ആണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. ഏറ്റവും മികച്ച നോട്ടാണെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. നല്ല നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ, നല്ല മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അറിയുന്ന ടീച്ചേഴ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും എന്താണ്, ഏറ്റവും നല്ല നോട്ട്സിൽ നിന്നും ആരംഭിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് നിസ്സംശയം നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് നല്ല ഒരു നോട്ട്സ് എഴുതുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സാധാരണഗതിയിൽ സ്കൂളുകളിൽ 2 ടൈപ്പ് നോട്ട്സുകളാണ് ഉണ്ടാവുക. ഒന്ന് ടീച്ചേഴ്സ് നേരിട്ട്, നിങ്ങളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നേരിട്ട് തരുന്ന നോട്ടുകളാണ്. അപ്പൊ ആ നേരിട്ട് തരുന്ന നോട്ട്സുകളെ എങ്ങനെ നമ്മൾ അടിപൊളി അല്ലെങ്കിൽ ഭംഗിയാക്കി എഴുതാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ തന്നെ നോട്ട്സ് എഴുതുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതി വെക്കുന്നു അല്ലെ? ടീച്ചേഴ്സ് പറയുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നോട്ട്സുകളിൽ എഴുതി പോകുന്നു അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ നേരത്ത് ഇതെങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ പോവുക, കൃത്യമായിട്ട് വായിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സുകളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് ഹൈലൈറ്റർ വെച്ചിട്ട് അതിനെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ അഥവാ സയന്റിഫിക് വേർഡ്സുകളെ, കീവേഡ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട. സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സ് നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ ആ ഒരു കാര്യത്തെ, ആ ഒരു ടീച്ചറിന്റെ നോട്ട്സിനെ നല്ല ഭംഗിയാക്കി എടുക്കുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് എളുപ്പം നമുക്ക് ആ കീവേഡ്സ് നമുക്ക് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ എളുപ്പം അത് ഓർത്ത് വെക്കാനും, എളുപ്പത്തിൽ അത് പരീക്ഷയ്ക്ക് എഴുതാനും ഈ ഒരു നോട്ട്സിന്റെ രീതി കൊണ്ട് ഉപകരിക്കും. ഇതാണ് നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ രീതി സ്കൂളുകളിൽ സാധാരണയായിട്ട് മക്കളോട് പറയും. ഇപ്പൊ വലിയ കുട്ടികളൊക്കെ ആണെങ്കിലോ നിങ്ങളോട് പറയും, എന്ത്, നിങ്ങൾ ആ നോട്ട്സുകൾ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ വെല്ലുവിളി ധൈര്യസമേതം ഏറ്റെടുക്കുക. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഈ ഒരു ഘടനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, കീ പോയിന്റ്സുകൾ കാണാം, ഇവിടെ ടോപ്പിക് കാണാം, ഇവിടെ നോട്ട്സ് കാണാം അല്ലെ? ഇപ്പൊ ടോപ്പിക്കുകൾ ഏതോ ആയിക്കൊള്ളട്ടെ ആ ടോപ്പിക്കിന്റെ ഹെഡിങ് ഇവിടെ എഴുതുക. അതിനുശേഷം കൃത്യമായിട്ട് ഇപ്പോ നമ്മൾ എന്തിനെ കുറിച്ചാണ്, സെല്ലിനെ കുറിച്ചാണ്, കോശങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ സെല്ലിനെ കുറിച്ച് എഴുതുന്നു. ആ സെല്ലിനെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നു അല്ലെ? സെല്ല് ഇതൊക്കെയാണ് ഇങ്ങനെ എന്താണ്, ഫ്ലോ ചാർട്ട് രൂപത്തിൽ കൃത്യമായിട്ട് സെല്ലിനെ പറ്റിയുള്ള പോയിന്റ്സുകൾ എഴുതുന്നു. അങ്ങനെ ഓരോന്നിനെയും കൃത്യമായിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് എഴുതുന്നു കേട്ടോ. അത് എഴുതേണ്ട ആ ഒരു ഏരിയ ഇവിടെയാണ്. ഓക്കെ, ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്സുകൾ നമുക്ക് സമയമുള്ളപ്പോൾ ഇവിടെ എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കീ പോയിന്റ്സുകൾ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് എത്ര വലിയ കാര്യമായാലും ശരി,
എത്ര കുറഞ്ഞ സമയമായാലും ശരി ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വിത്തിൻ സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട്സ് എഴുതാൻ പറ്റും. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. നമ്മൾ ഏത് ടോപ്പിക്കാണോ, ഇപ്പൊ ടോപ്പിക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണ്, സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ സെല്ലിൽ വരുന്ന പോയിന്റ്സുകളെ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് ബേസിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട്, അതായത് ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ സെൽ അല്ലെ, സെല്ല് അഥവാ കോശം, ഒന്നാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം, മൂന്നാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം, നാലാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം, അഞ്ചാമത്തെ പോയിന്റ്, അങ്ങനെ പോയിന്റ് വൈസിൽ നമുക്ക് പോയിന്റുകൾ എഴുതാം. അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചിത്രം പിക്ചോറിയൽ ഫോമില നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സുകൾ എഴുതാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിന്റ്സുകളൊക്കെ ഇവിടെ എഴുതുന്നു. അതിനുശേഷം ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പിന്നീട് ഒരു അവസരത്തിൽ ഓർത്ത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് കോൺഫിഡന്റോട് കൂടി നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനും കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ രണ്ട് ടൈപ്പ് നോട്ട്സുകളാണ് സാധാരണയായിട്ട് സ്കൂളിൽ നിന്ന് തരാറുള്ളത്. ഒന്നാമതായിട്ട് ടീച്ചേഴ്സ് നേരിട്ട് തരുന്ന നോട്ട്സുകൾ, നേരിട്ട് തരുന്ന നോട്ട്സുകളെ കൃത്യമായിട്ട് നിങ്ങൾ ഹൈലൈറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് ഉപയോഗിച്ചോ ഭംഗിയാക്കുക. അത് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. രണ്ടാമതായിട്ടുള്ള നോട്ട്സ് രൂപം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ട ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കീ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അടിപൊളി നോട്ട്സുകളായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കാം. ഈ ഒരു രൂപത്തിൽ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ആരും പറയാത്ത വിജയിക്കാനുള്ള ഒരു മന്ത്രം ആയിരിക്കും ഇത്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമുല നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.